Hi my loves, welcome to my channel. എൻ്റെ പേര് പ്രിയ. ഞാനിന്നിവിടെ ഫിലിം ചെയ്യാൻ പോകുന്നത് മൈ നോ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇപ്പോൾ കോവിഡൊക്കെ കാരണം നമ്മൾ ഒരുപാട് പേര് വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വീഡിയോ കോൺഫറൻസിങ് എക്സെട്ര വഴിയാണ്. അപ്പോൾ ഈ ലുക്കിൽ കൂടെ പെട്ടെന്ന് എങ്ങനെയൊന്ന് പ്രസൻറ്റബിൾ ആകാം വളരെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിച്ചിട്ട് എന്ന് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. എനിക്ക് വളരെ ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ ഗാർണിയർ ഓർഗാനിക് മോയ്സ്ചറൈസറാണ്. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ റെവല്യൂഷൻ മേക്കപ്പിൻ്റെ ഹൈഡ്രേറ്റ് ആൻഡ് പ്രൈമർ ഉപയോഗിച്ചിട്ട് മുഖം ഒന്ന് പ്രൈം ചെയ്യാൻ പോകുന്നു. കുറച്ചേ ആവശ്യമുള്ളൂ നമുക്ക് പ്രോഡക്റ്റ്. കുറച്ച് ഒന്ന് സ്റ്റിക്കിയാണ് ഈ പ്രോഡക്റ്റ്, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീശി കൊടുക്കാറുണ്ട്, ഒരു ഇത്തിരി ഡ്രൈ ആകുന്നത് വരെ, അത്രമാത്രം. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ Maybelline Fit കൺസീലർ ഇൻ ഷെയ്ഡ് നമ്പർ 40 ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എൻ്റെ കൺസീലർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എൻ്റെ അൺഡ്രൈസിലൊക്കെ എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, പിന്നെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ബ്ലെമിഷസും ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഡക്റ്റ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ മേക്കപ്പ് ബ്രഷോ ബ്യൂട്ടി ബ്ലെൻഡറോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക, അത്രമാത്രം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം അൺഡ്രൈ ഏരിയ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കൺസീലർ ഈസ് ഓൾ ഡൺ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കൺസീലർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ലോറിയാലിൻ്റെ മിനറൽസ് മാറ്റിഫൈങ് പൗഡറാണ്. കുറച്ച് പ്രോഡക്റ്റേ ആവശ്യമുള്ളൂ അതിന് വേണ്ടിയിട്ട്. ഡ്രൈ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബ്രോ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു സാധാരണ സ്പൂളി വെച്ചിട്ട് ഇതുപോലെ. ഇതിൽ മേക്കപ്പ് പ്രോഡക്ട്സോ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്വേർഡ്സ് പൊസിഷനിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഐബ്രോസ് ഓൾ ഡൺ. നൗ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് മസ്കാരയും ഐലൈനറും ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഐലാഷ് നിങ്ങൾക്ക് കാണാം ക്യാമറയിൽ തന്നെ, വളരെ ഷോർട്ടാണ്, നത്തിങ് സ്പെഷ്യൽ. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് കേൾ ചെയ്തിട്ടാണ് മസ്കാര ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് സാധാരണ ഒരു കളറാണ്, ഐലാഷ് കളർ, അത്ര തന്നെ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്, കാരണം എൻ്റെ മിറർ ഇവിടെയാണ്. മസ്കാരയ്ക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ ലോറിയാൽ പാരിസിൻ്റെ മിസ് മാങ്ക മസ്കാരയാണ്. അപ്പോൾ ഇത് നമ്മുടെ നോ മേക്കപ്പ് ലുക്കാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മസ്കാരയൊന്നും ലെയർ ചെയ്ത് ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഏകദേശം എൻ്റെ ഐലാഷ് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ നീളം ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതേ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. കേൾ ചെയ്തിട്ട് മസ്കാര ഉപയോഗിക്കുക. മസ്കാര അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ണുകളൊന്ന് ലൈൻ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് Maybelline New York ലാസ്റ്റിംഗ് ഡ്രാമ ജെൽ 24 hours ഇങ്ങനെ ഇരിക്കുന്ന ഐലൈനറാണ്.
കണ്ണ് എഴുതിയപ്പോൾ തന്നെ മുഖത്തിനൊരു ഫ്രഷ് അലൈവായിട്ടുള്ളൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചീക്സിലേക്ക് മൂവ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബ്ലഷർ എൻ്റെ മാക്കിൻ്റെ ഫീവർ എന്നുള്ള ഷെയ്ഡ്, അത് ഞാനിവിടെ റിയൽ ടെക്നിക്സിൻ്റെ ഒരു ബ്രഷ് കൊണ്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലഷർ ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും ബ്രഷർ എടുക്കേണ്ട ആവശ്യമില്ല, വളരെ പിഗ്മെൻറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പ്രോഡക്റ്റ് എടുക്കുള്ളൂ. cheeks are done. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞാൻ എൻ്റെ ലിപ്സ് ലാഞ്ച് ചെയ്ത് ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ്. എൻ്റെ ലിപ്സ് ലാഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിക്സിൻ്റെ ക്യാൻ എന്നുള്ള ലിപ് ലൈനറാണ്. നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു ന്യൂഡ് ഷെയ്ഡ് പോലെയുള്ള ലിപ് ലൈനറാണിത്. ഇനി ഞാൻ മാക്കിൻ്റെ ഫാസ്റ്റ് പ്ലേ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു പിങ്കിഷ് ഷെയ്ഡാണ്, ഏകദേശം ചുണ്ടിനോട് തന്നെ യോജിച്ചിട്ടുള്ള ഒരു നിറമാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. And this is my no makeup look. What do you guys think? ഞാൻ പറയാൻ മറന്നു, ഈ വീഡിയോൻ്റെ എന്ന് പറഞ്ഞാൽ കൂടുതലും എൻ്റെ പ്രോസസ്സ് കാണിക്കാനായിരുന്നു. അല്ലാതെ നിങ്ങളിപ്പോൾ ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ്സ് തന്നെ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡാണ് ഏത് പ്രോഡക്റ്റാണ് ഉള്ളത് അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. And I'll see you guys in my next video. Bye guys. Thank you for watching.